ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മുള്ള വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയിരുന്നതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് വർക്കായിട്ട് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ല ബ്രേക്ക് ലൈനറാണ്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമും നമ്മളൊന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല, ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, ഇത്രയാണ് നിലവിലുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതുമായി യൂസ് ചെയ്തത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് ബെൽറ്റും ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടക്കം തന്നെ യൂണിറ്റാണത്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അതേപോലെ നമ്മളതിൻ്റെ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിന് അത് യൂസ് ചെയ്തത്. നിലവിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കതിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ കറക്റ്റ് സർവീസായിട്ടാണ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്കത് മാറ്റിക്കളയാം. നമ്മൾ പീരിയോഡിക് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് 4 മാസം അല്ലെങ്കിൽ 120 ദിവസം അല്ലെങ്കിൽ 4 മാസമാണ് അതിൻ്റെ കാലാവധി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് മാക്സിമം നമുക്കായിട്ട് ഓരോ പാർട്സുകൾ തേമാനുള്ള പാർട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ പരമാവധി അതിൻ്റെ എൻഡിൽ വരെ എത്തിച്ചിട്ട് നമുക്ക് മാറ്റാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് നിലവിൽ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ ക്ലച്ച്, ഡ്രം, അതേപോലെ ക്ലച്ച് ഷൂ, ഇതും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നിലവിൽ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ജർക്കിങ് വണ്ടിക്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിളുണ്ടാക്കിയ അത്യാവശ്യം റീപ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു, 12.95 വരെയൊക്കെ കാണിക്കുന്നുണ്ട്. 8.75 വരെ വന്നുണ്ട് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നത്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചാണ് അതാണ്. അതിനുശേഷം അത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. നമുക്കതിൻ്റെ ബ്രേക്ക് കേബിളിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കണ്ടീഷനാണ്, വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യേകിച്ച് ഭാഗത്ത് കാണുന്നില്ല. പിന്നെ നമുക്ക് ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട്. നമുക്ക് ഈ കവറൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഫുട്രസ്റ്റൊക്കെ ഡാമേജ് ഉണ്ട്, അപ്പോൾ അതൊക്കെ അത്യാവശ്യം ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അറിയാലോ. പിന്നെ അതേപോലെ ഈ ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ദിവസം പറഞ്ഞ ഓയിൽ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തേക്കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. കാരണം ഞാൻ ആക്സിഡൻറ്റ് വർക്കിൻ്റെ കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണല്ലോ പറയാനായിട്ട്. അപ്പോൾ ഞാൻ ജനറൽ സർവീസ് എന്തെങ്കിലും നമുക്ക് സർവീസിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്, വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ആക്സിഡൻറ്റ് വർക്കിൻ്റെയും കൂടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. ഏകദേശം ഒരു 2 മണിക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്തെങ്കിലും കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.